ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭരണഘടനയുടെ ആധികാരികത എന്താണ്, ആധികാരികത തീരുമാനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. പിന്നെ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിരിക്കുന്നത്. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇനി നമ്മൾ പറയുന്നത് അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ആധികാരികതയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്താണ് ആധികാരികത എന്ന് നോക്കാം. ഒരു ഭരണഘടന എത്രത്തോളം ഫലപ്രദമാണെന്നുള്ളതും അതെങ്ങനെ ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ സഫലീകരിക്കുന്നതും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭരണഘടനയുടെ ആധികാരികത തീരുമാനിക്കുന്നത്. ഒരു ഭരണഘടനയുടെ ആധികാരികത തീരുമാനിക്കുന്നത് ഒരു ഭരണഘടന എത്രത്തോളം ഫലപ്രദമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലും ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉറപ്പാക്കുന്നതില് ഭരണഘടനയുടെ സ്വാധീനം എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ്. The authority of constitution is determined on the basis of the effectiveness of constitution and how much the constitution influences on ensuring the realities of life of the people. And there are mainly three factors that determine the authority of constitution. They are mode of promulgation, substantive provisions of constitution and balanced institutionalized design. മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഭരണഘടനയുടെ ആധികാരികത തീരുമാനിക്കുന്നത്. അത് ഏതൊക്കെയാണ്? മോഡ് ഓഫ് പ്രൊമുൽഗേഷൻ, പ്രഖ്യാപന രീതി. രണ്ടാമത്തെ സബ്സ്റ്റാന്റീവ് പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ. മൂന്നാമത്തെ ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഡിസൈൻസ്, സന്തുലിതമായ സ്ഥാപന രൂപരേഖ. ഈ മൂന്ന് ഫാക്ടേഴ്സ് ആണ് ഭരണഘടനയുടെ ആധികാരികത തീരുമാനിക്കുന്നത്. ഭരണഘടനയുടെ ആധികാരികത തീരുമാനിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് മോഡ് ഓഫ് ഡിക്ലറേഷൻ ഓർ മോഡ് ഓഫ് പ്രൊമുൽഗേഷൻ, പ്രഖ്യാപന രീതി. പ്രഖ്യാപന രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭരണഘടന എങ്ങനെ നിലവിൽ വന്നു എന്നതാണ്. ഹൗ എ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു എക്സിസ്റ്റ്, ദാറ്റ് ഈസ് മീൻ ബൈ മോഡ് ഓഫ് പ്രൊമുൽഗേഷൻ ഓർ മോഡ് ഓഫ് ഡിക്ലറേഷൻ. In some countries, their constitution does not work properly. They are not effective. The reason is that the constitution is prepared by some military chiefs or dictatorship or some other autocracy. But in some other countries like India, the constitution work properly. One of the reason for their success is that they are drafted immediately after popular national movements. In India, the constitution was framed by Constituent Assembly and prepared by popular leaders. Indian constitution embodies the spirit of nationalist movement. So we can clearly say that when the constitution is made by representatives of government, that become more responsible and successful. ഭരണഘടനയുടെ ആധികാരികത തീരുമാനിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് പ്രഖ്യാപന രീതി എന്നത്. പ്രഖ്യാപന രീതി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു ഭരണഘടന എങ്ങനെ നിലവിൽ വന്നു എന്നുള്ളതാണ്. ചില രാജ്യങ്ങളിൽ ഭരണഘടന ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കില്ല, അത് നിർജീവമായിരിക്കും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഭരണഘടനകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒന്നുകിൽ പട്ടാള മേധാവികളോ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ പ്രാപ്തിയില്ലാത്ത നേതാക്കളോ അല്ലെങ്കിൽ ജനപ്രീതി ഇല്ലാത്ത നേതാക്കളോ ഒക്കെ ആയിരിക്കും. അപ്പൊ അത്തരം രാജ്യങ്ങളിലെ ഭരണഘടനകൾ നിർജീവമായിരിക്കും. എന്നാൽ ജനപ്രതിനിധികൾ തയ്യാറാക്കുന്ന ഭരണഘടനകളാണെങ്കിൽ അതിന് കൂടുതൽ ജനസമ്മിതി ഉണ്ടായിരിക്കും. അതെല്ലാം തന്നെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. അത് കൂടുതൽ ഉത്തരവാദിത്തപൂർണമായതും ആയിരിക്കും. ഇന്ത്യയിലെ ഭരണഘടനയൊക്കെ അങ്ങനെ നിർമ്മിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന ഇത്രയും സക്സസ്ഫുൾ ആവാൻ, വിജയകരമായി പ്രവർത്തിക്കാനുള്ള കാരണം. ഭരണഘടനയുടെ ആധികാരികത തീരുമാനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് സബ്സ്റ്റാന്റീവ് പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ. ഒരു ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ സമൂഹത്തിലെ എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ അത്തരം ഭരണഘടനകൾ ഫലപ്രദവും വിജയകരവുമായിരിക്കും. ഭരണഘടനയിലെ വ്യവസ്ഥകൾ എല്ലാവർക്കും സ്വീകാര്യമാകണം. അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ യാതൊരു വിവേചനവും പാടില്ല. ഇനി ആർക്കെങ്കിലും അവര് സമൂഹത്തിൽ ഒഴിവാക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം രാജ്യത്തെ ഭരണഘടനകളുടെ പ്രവർത്തനത്തെ അത് ബാധിക്കും. അപ്പോൾ ഭരണഘടനയിലെ വ്യവസ്ഥകൾ അടിസ്ഥാന നീതിയിൽ ഊന്നിയവയാണെങ്കിൽ അത്തരം ഭരണഘടനകൾ എപ്പോഴും വിജയകരമായിരിക്കും. So the second factor which determines the authority of constitution is that substantive provisions of constitution.
The provisions which offer equal justice for all sections of the society are very important in determining the popularity of constitution. All the people should have a reason to support the constitution. That is the second factor. The third factor is that balanced institutionalized design. സ്ഥാപനപരമായ രൂപരേഖയിലുള്ള സന്തുലിത രീതി. സ്ഥാപനപരമായ രൂപരേഖയിലുള്ള സന്തുലിത രീതി. A well-crafted constitution divides powers among different institutions. Which are the different institutions? Legislature, executive, and judiciary are the important institutions of government. The power should be distributed among these institutions. The power does not carry in a single institution. So, the institutionalized design decides the success or failure of constitution. If any agency misuses its power, the other can prevent it. So, the institutionalized design decides the failure or success of constitution. അപ്പോൾ തേർഡ് ഫാക്ടർ ആയിട്ട് വരുന്നത്, മൂന്നാമത്തെ ഘടകമായിട്ട് വരുന്നത് സ്ഥാപനപരമായ രൂപരേഖയിലുള്ള സന്തുലിത രീതിയാണ്. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അധികാരം എന്നത് ഗവൺമെന്റിന്റെ വ്യത്യസ്ത സ്ഥാപനങ്ങൾക്ക് തുല്യമായി വിഭജിച്ച് നൽകുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഭരണഘടന ഇഫക്റ്റീവായിട്ട് ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായി പറ്റും. അപ്പൊ ഇത്തരത്തിൽ വിഭജിച്ച് നൽകുകയാണെങ്കിൽ അവിടെ അധികാര കുത്തക ഇല്ലാതാക്കാനായി, ഒരു സ്ഥാപനത്തിൽ മാത്രം അധികാരം വരുന്ന ഒരു അവസ്ഥ ഇല്ലാതാക്കാനായിട്ട്, സ്വേച്ഛാധിപത്യ പ്രവണതകൾ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അധികാരങ്ങൾ തുല്യമായി വിഭജിക്കണം. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ഏജൻസി, ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥാപനം ഇതില് അവരുടെ അധികാരം ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ മറ്റൊന്നിന് അതിനെ ചെറുക്കാനായിട്ടുള്ള, അതിനെ തടയാനുള്ള ഒരു അധികാരം കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഭരണഘടന ഒന്നുകൂടി ഫലപ്രദമായി മാറും. അതാണ് മൂന്നാമത്തെ ഘടകം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഭരണഘടനയുടെ ആധികാരികത തീരുമാനിക്കുന്നത്. പ്രഖ്യാപന രീതി, മോഡ് ഓഫ് പ്രൊമുൾഗേഷൻ, രണ്ടാമത്തെ ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ, സബ്സ്റ്റാന്റീവ് പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ദ തേർഡ് വൺ സ്ഥാപനപരമായ രൂപരേഖയിലുള്ള സന്തുലിത രീതി, ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഡിസൈൻ. ആൻഡ് ദീസ് 3 factors determine the authority of constitution, and we can say that our Indian constitution is more effective, more successful than others. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? മറ്റുള്ള രാജ്യങ്ങളുടെ ഭരണഘടനകളെക്കാൾ വിജയകരവും ഫലപ്രദവുമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയാം. പ്രഖ്യാപന രീതിയുടെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യൻ ഭരണഘടനയിലെ വ്യവസ്ഥകളുടെ കാര്യത്തിലാണെങ്കിലും അധികാര വിഭജനത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമുക്ക് പറയാനായി സാധിക്കും ഇന്ത്യൻ ഭരണഘടന കൂടുതൽ ഫലപ്രദമാണെന്നുള്ളതും വിജയകരമാണെന്നുള്ളതും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടന വേണം, ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്നുള്ള ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത് MN റോയ് ആയിരുന്നു. MN റോയ്. അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജവഹർലാൽ നെഹ്റു ഒക്കെ ഇതേ ആവശ്യമായിട്ട് മുന്നോട്ട് വന്നു. ആ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തില് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് ഒരു കമ്മീഷനെ അയക്കുകയുണ്ടായി ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ കമ്മീഷനാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അവരുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അതിന്റെ ടെമ്പററി പ്രസിഡന്റായി, താൽക്കാലിക അധ്യക്ഷനായി സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുത്തു. എന്നാൽ അതിനുശേഷം ഇതിന്റെ സ്ഥിരം അധ്യക്ഷനായി, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. ഈ ഒരു ഇതിനു വേണ്ടി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഒരു 8 അംഗങ്ങളുള്ള ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും ഇതിൽ തെരഞ്ഞെടുക്കുകയുണ്ടായി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉൾപ്പെടെ 8 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർക്കിടെക്ട് എന്നെല്ലാം അറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്. അദ്ദേഹത്തെയും തെരഞ്ഞെടുക്കുകയുണ്ടായി. ബാക്കിയുള്ള അംഗങ്ങളെ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളായിരുന്നു തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ചിലര് തെരഞ്ഞെടുത്തവരും മറ്റു ചിലര് നോമിനേറ്റ് ചെയ്തവരുമായിരുന്നു. എല്ലാ മതത്തിലുള്ള അംഗങ്ങൾക്കും ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം നൽകിയിരുന്നു. അതിനു പുറമെ അസംബ്ലിയില് ഈ ഒരു കാലഘട്ടത്തില് പട്ടികജാതിക്കാരും ഒരുപാട് പേരുണ്ടായിരുന്നു. 26 അംഗങ്ങളോളം
പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ നിന്നാണ് ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ കക്ഷികളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനായിരുന്നു അന്ന് ഇതിൽ മുൻതൂക്കം ഉണ്ടായിരുന്നത്. കൂടുതൽ ആളുകളും കോൺഗ്രസിൽ നിന്നാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 82% ആളുകളും കോൺഗ്രസ്സുകാരാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി നോക്കണം, ആ ഒരു കാലത്ത് കോൺഗ്രസിൽ തന്നെ വിവിധ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. വ്യത്യസ്ത അഭിപ്രായക്കാരായ ഒരുപാട് പേര് അന്ന് തന്നെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആളുകളും കോൺഗ്രസിൽ നിന്നാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതില് ആകെ 389 ആളുകളാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 389 ആയിരുന്നു. അതിന്റെ ആദ്യ യോഗം നടക്കുന്നത് 1946 ഡിസംബർ 9 അതിനുശേഷം 1947 ജൂൺ 3 പദ്ധതി പ്രകാരം ഇന്ത്യ വിഭജിച്ച സമയത്ത് പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തവര് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളല്ലാതെയായി മാറി. അംഗസംഖ്യ 299 കുറഞ്ഞു. ആദ്യം 389 ആയിരുന്നു, അതിൽ നിന്ന് 299 കുറഞ്ഞു. ഇതില് 284 അംഗങ്ങള് 1949 നവംബർ 26 ഭരണഘടനയുടെ അന്തിമ രൂപം അംഗീകരിച്ച് ഒപ്പുവെച്ചവരായിരുന്നു. അവസാന രൂപത്തില് ഒപ്പുവെച്ചത് 284 പേരായിരുന്നു. നവംബർ 26 പ്രത്യേകത നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നവംബർ 26 നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്. ഇന്നലെ ആയിരുന്നു അത്. അപ്പൊ അത് ഓർത്തു വെക്കുക. നവംബർ 26 നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. അതേപോലെ ഇന്ത്യയുടെ അടിസ്ഥാന നിയമസംഹിതയായ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് നമ്മൾ നാഷണൽ ലോ ഡേ ആയിട്ട്, ദേശീയ നിയമദിനമായി ആചരിക്കുന്നത്. അപ്പോൾ നവംബർ 26 ആണ് ദേശീയ നിയമദിനം, നാഷണൽ ലോ ഡേ. അപ്പോൾ ആ ദിവസം ഓർത്തു വെക്കുക. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ 1946 ഡിസംബർ 6 മുതൽ 1949 നവംബർ 26 വരെ തയ്യാറാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവസാനം 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നു. ഏകദേശം 2 വർഷവും 11 മാസവും 17 ദിവസമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന തയ്യാറാക്കാനായി എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അപ്പൊ ഇന്ന് നമ്മൾ 2 കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ, ഭരണഘടനയുടെ ആധികാരികത എന്നാൽ എന്ത്, അത് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം, ഒരു ഭരണഘടന എത്രത്തോളം ഫലപ്രദമാണെന്നും അത് ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉറപ്പാക്കുന്നതിന് അതിനുള്ള സ്വാധീനം എന്താണെന്നുള്ളതും അടിസ്ഥാനത്തിലാണ് ഭരണഘടനയുടെ ആധികാരികത തീരുമാനിക്കുന്നത്. 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആധികാരികത തീരുമാനിക്കുന്നത്. പ്രഖ്യാപന രീതി, മോഡ് ഓഫ് പ്രൊമുൾഗേഷൻ, ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ, സബ്സ്റ്റാൻറ്റീവ് പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, മൂന്നാമത്തെ സന്തുലിതമായ സ്ഥാപന രൂപരേഖ, ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഡിസൈൻ. അങ്ങനെ 3 ഘടകങ്ങളാണ്. പ്രഖ്യാപന രീതി എന്ന് പറഞ്ഞാൽ ഭരണഘടന എങ്ങനെ നിലവിൽ വന്നു എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ സമൂഹത്തിലെ എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ അത്തരം ഭരണഘടനകൾ ഫലപ്രദവും വിജയകരവുമായിരിക്കും. മൂന്നാമത്തെ കാര്യം, അധികാരം കൃത്യമായി വിഭജിക്കണം, തുല്യമായി തന്നെ വിഭജിക്കണം. അതേപോലെ ഒന്നിനെ നിയന്ത്രിക്കാൻ മറ്റൊന്നിന് കഴിയുകയും വേണം. അധികാര കുത്തക എന്നുള്ളത് ഇല്ലാതാക്കുകയാണെങ്കിൽ അത്തരം ഭരണഘടനകൾ വിജയകരമായിരിക്കും. അതാണ് 3 ഘടകങ്ങൾ, ആധികാരികത തീരുമാനിക്കുന്ന 3 ഘടകങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് നിലവിൽ വന്നത്. അപ്പൊ ഒരു ഭരണഘടന ഉണ്ടാകണം, ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്നുള്ള ആവശ്യമായിട്ട് ആദ്യം മുന്നോട്ട് വന്നത് MN റോയി ആണ്. അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നെഹ്റുവും ഇതേ ആവശ്യമായി മുന്നോട്ട് വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത്. അങ്ങനെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അതിന്റെ ആദ്യ യോഗം 1946 ഡിസംബർ 9 നടന്നു. പിന്നെ അതില് നോട്ടബിൾ പേഴ്സൺസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അത് 1 വേർഡ് ക്വസ്റ്റ്യൻ വരും. ഒരാള് സച്ചിദാനന്ദ സിൻഹയാണ് നോമിനൽ ടെമ്പററി പ്രസിഡന്റ്, താൽക്കാലിക അധ്യക്ഷനായിരുന്ന സച്ചിദാനന്ദ സിൻഹ. രണ്ടാമത്തെ ആള് പെർമനന്റ് പ്രസിഡന്റ്, സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദെൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ. ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാലും ആര് തന്നെയാണ്? BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് BR അംബേദ്കർ. അപ്പൊ 3 പേരുകളും ഓർത്തു വെക്കുക. അവസാനം 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. ഏകദേശം 2 വർഷവും 11 മാസവും 17 ദിവസം എടുത്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചിട്ടുള്ളത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക്
പറയാനുള്ളത്. താങ്ക് യു.